ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ചിത്രം പുറത്തുവിട്ടത്. ശബരിമലയിൽ സ്വർണം മോഷണം പോയ കാലയളവിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ബാംഗ്ലൂർ എയർപോർട്ടിലെ VIP ലോഞ്ചിൽ ഒരേ സോഫയിലിരുന്ന് ഗൗരവകരമായ ചർച്ച നടത്തുന്നതാണ് ചിത്രത്തിലുള്ളത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നപ്പോൾ അതിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വന്തം മന്ത്രിസഭയിലെ അംഗമായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയോടൊപ്പം ഇരിക്കുന്ന ചിത്രം പുറത്തു വന്നതോടെ സർക്കാരും CPM-ഉം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇത് വെറും ഒരു സൗഹൃദ സെൽഫി അല്ലെന്നും മറിച്ച് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സാക്ഷിയാക്കി നടത്തിയ ആസൂത്രിതമായ കൂടിക്കാഴ്ചയാണെന്നും ഷിബു ബേബി ജോൺ ആരോപിക്കുന്നു. മേശപ്പുറത്ത് പോലീസ് ഉപയോഗിക്കുന്ന വോക്കി ടോക്കി വരെ വെച്ച് നടന്ന ഈ ചർച്ചയിൽ എന്താണ് സംസാരിച്ചതെന്ന് കടകംപള്ളിയും മുഖ്യമന്ത്രിയും വിശദീകരിക്കണം. ശബരിമലയിലെ സ്വർണം പമ്പ കടന്ന കാലത്ത് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന മന്ത്രി തന്നെ പ്രതിയുമായി ഇത്രയും അടുത്ത ബന്ധം പുലർത്തിയത് ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഭരണകൂടവും പോലീസും ചേർന്ന് ഈ കൊള്ളയ്ക്ക് ഒത്താശ നൽകിയോ എന്ന സംശയമാണ് ഈ ചിത്രത്തിലൂടെ ബലപ്പെടുന്നത്. ഈ കൂടിക്കാഴ്ച നടന്ന എയർപോർട്ട് ഏതാണ് എന്നതിലും ഇവർ അവിടെ വെച്ച് എന്തിടപാടാണ് നടത്തിയതെന്നതിലും വ്യക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദിണ്ടുകൽ സ്വദേശി D മണി എന്ന ഡയമണ്ട് മണിയെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയില്ലെന്നുമാണ് മണി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ മണിയുടെ അവകാശവാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു. പരാതിക്കാരനായ പ്രവാസി വ്യവസായി മണിയുടെ ഫോട്ടോ കണ്ട് ഇയാളെ തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസിന്റെ അന്വേഷണം വഴിത്തിരിവിലെത്തിയത്. മണിയുടെ വളർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്നതാണ്. തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ പോപ്കോൺ വിറ്റ് നടന്നിരുന്ന ഇയാൾ പിന്നീട് ക്യാൻറ്റീൻ നടത്തിപ്പുകാരനായും ബ്ലേഡ് പലിശക്കാരനായും മാറി. ഒടുവിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടന്നതോടെയാണ് ഡയമണ്ട് മണി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. വെറും 6 വർഷം കൊണ്ടാണ് കോടികളുടെ ആസ്തിയുള്ള ഒരാളായി മണി മാറിയത്. ഇതിനിടയിൽ ഇയാൾ പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. സുബ്രഹ്മണ്യം എന്ന യഥാർത്ഥ പേര് മറച്ചുവെച്ച് ബാലമുരുകൻ എന്നും MS മണി എന്നും ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയിരുന്നു. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘങ്ങളുമായി മണിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നത് വെറും ഒരു മുഖംമൂടി മാത്രമാണെന്നും ഇയാൾ വലിയ തോതിൽ വിഗ്രഹക്കടത്തും ആഭരണ തട്ടിപ്പും നടത്തിയിട്ടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. ശബരിമലയിലെ മോഷണം പോയ സ്വർണം മാറ്റുന്നതിലും വൻകിടക്കാർക്ക് എത്തിച്ചു നൽകുന്നതിലും മണിക്ക് പ്രധാന പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബിർദുനഗറിലുള്ള ഇയാളുടെ സഹായികളുടെ വീടുകളിൽ നടത്തിയ റെയ്ഡിൽ വിഗ്രഹങ്ങളും പഴയ പാത്രങ്ങളും വിൽക്കുന്ന കടകളിൽ നിന്നും നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഓരോ തവണയും അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. കേസിലെ വമ്പൻ സ്രാവുകളെ തൊടാൻ SIT ഭയപ്പെടുന്നുവെന്നും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് മുൻ ദേവസ്വം മന്ത്രിയുടെ ചിത്രങ്ങൾ പുറത്തുവരുന്നത് എന്നത് അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. കടകംപള്ളി സുരേന്ദ്രനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ SIT തയ്യാറാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഭരണതലത്തിലുള്ള ഉന്നതരുടെ പിന്തുണ ഇല്ലാതെ ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടക്കില്ലെന്നായിരുന്നു തുടക്കം മുതലുള്ള ആരോപണം. ഇപ്പോൾ പുറത്തുവന്ന ചിത്രങ്ങൾ ആ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം ഇനിയും ആഴത്തിൽ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ അയ്യപ്പന്റെ സ്വർണം എവിടേക്കാണ് പോയത് എന്നതിനെക്കുറിച്ച് സത്യസന്ധമായ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ.